ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൽ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ സിലബസിലെ 6ാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഈ ഭാഗത്തിൽ സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, മലബാർ കലാപം, ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. രണ്ടാമത്തെ പ്രസ്താവന കേരള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും അലി മുസ്ലിയാരെയും അറസ്റ്റ് ചെയ്തു എന്ന് തെറ്റായ വാർത്ത പ്രചരിച്ചതാണ് മലബാർ കലാപത്തിനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ ഇതിൽ തെറ്റായ പ്രസ്താവന? ഒന്നാമത്തെ എന്താ? ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഇത് മലബാർ കലാപം, ശരിയാണ്. രണ്ടാമത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും അതുപോലെ അലി മുസ്ലിയാരുടെയും അറസ്റ്റ് ചെയ്തു എന്ന തെറ്റായ വാർത്ത പ്രചരിച്ചതാണ് മലബാർ കലാപത്തിന് കാരണം എന്നുള്ളത് തെറ്റാണല്ലേ. എന്തായിരുന്നു? നമ്മുടെ പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണമായിരുന്നു ഇത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു ഏതിന് കാരണം? 1921 പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം. മലബാർ കലാപത്തിന് കാരണം എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1836 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ മലബാറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ തുടർച്ചയായ സംഭവമാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് 1921 മാപ്പിളകളുടെ തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത് 1921 ഒരു കലാപം നടന്നു. അതാണ് ഇത് മലബാർ കലാപം എന്നറിയപ്പെടുന്നത്. അതുപോലെ അതിന്റെ കൂടെ തന്നെ നടന്നൊരു യുദ്ധമായിരുന്നു പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം ചോദിച്ചാൽ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തിയിട്ട് ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായിരുന്നു പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയില്ല നമ്മൾ ചോദിച്ചല്ലേ. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതേ ഉള്ളൂ? പ്രസ്താവന 2 മാത്രം തെറ്റ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രസ്താവന വിലയിരുത്തുക. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം. രണ്ടാമത്തത് കേരള ജില്ലാ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു അലി മുസ്ലിയാർ. 3 മലബാർ കലാപത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയത് കട്ടിലശ്ശേരി മുഹമ്മദാണ്. അപ്പോൾ ഇത് 3 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്താം. ഏതൊക്കെയായിരിക്കും നോക്കിയല്ലോ. ഒന്നാമത്തത് കേരള ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് മലബാർ കലാപത്തിന് കാരണമായിട്ടുണ്ട് അല്ലെ, അതും കാരണമായിട്ടുണ്ട്, ശരിയാണ്. രണ്ടാമത് കേരള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അലി മുസ്ലിയാർ, ശരിയാണോ? തെറ്റാണല്ലേ. എന്തായിരുന്നു അലി മുസ്ലിയാർ മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആര്? അലി മുസ്ലിയാർ അല്ലെ. താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയതാരാ? അലി മുസ്ലിയാരാണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന എന്താ? അതും തെറ്റല്ലേ. അതിൽ കൊടുത്തിരിക്കുന്ന ആരാ? മലബാർ കലാപത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയ കട്ടിലശ്ശേരി മുഹമ്മദ് എന്നുള്ളത് അത് തെറ്റാണ്. ആരാ? താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയതാരാ? അലി മുസ്ലിയാരാ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടി. ശരിയായ പ്രസ്താവന ഏതേ ഉള്ളൂ? 1 മാത്രമേ ഇതിലൂ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളേ. ഓപ്ഷൻ ബി ആണ് പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, പ്രസ്താവന വിലയിരുത്തുക. 1921 ഏറനാട്, പൊന്നാനി താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മലബാർ കലാപം നടന്നത്. 2 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് 1921 നവംബർ 10 സംഭവിച്ച വാഗൺ ട്രാജഡി. 3 പൂക്കോട്ടൂർ യുദ്ധം എന്നാണ് വാഗൺ ട്രാജഡിയുടെ മറ്റൊരു പേര് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ 3 പ്രസ്താവന ഉണ്ട്. ഇതിൽ എന്താ ചെയ്യുക? പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ എന്താ? 1921 ഏറനാട്, പൊന്നാനി താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മലബാർ കലാപം നടന്നത്, ശരിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് ഇത് 1921 നവംബർ 10 സംഭവിച്ച വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയുടെ മറ്റൊരു പേരാണെന്നുള്ളത് തെറ്റാട്ടോ, അങ്ങനെയില്ല.
പൂക്കോട്ടൂർ യുദ്ധം വേറെ തന്നെയാണ്, വാഗൺ ട്രാജഡി വേറെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയില്ല. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരിയാണ്. ഈ വാഗൺ ട്രാജഡി നടന്നത് എന്നാണ് ഓർത്ത് നോക്കുക. 1921 നവംബർ 10 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. മലബാർ കലാപകാരികൾ ഗുഡ്സ് വാഗൺ നിറച്ചുകൊണ്ടിട്ട് തിരൂരിൽ നിന്ന് എങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേര് ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ഇത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനൊക്കെ ചോദിക്കാറുണ്ട്. പോത്തന്നൂർ സ്റ്റേഷനിലാണ് എന്ത് ചെയ്തത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാ? AR നേപ്പ് കമ്മീഷൻ കേട്ടോ. AR നേപ്പ് കമ്മീഷനാണ്. അതുപോലെ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാ? തിരൂരാട്ടോ, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഇനി നാലാമത്തെ ചോദ്യം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1 മലബാർ കലാപം പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നുണ്ട്. 2 ജന്മിമാരും കർഷകരും തമ്മിലുള്ള പ്രശ്നമാണ് മലബാർ കലാപത്തിന് കാരണമെന്ന് മലബാർ കലക്ടറായ വില്യം ലോഗൻ അഭിപ്രായപ്പെട്ടു. 3 കലാപകാരികൾ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം നൽകിയത് തോമസ് വാർഡനാണ്. കലാപകാരികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് തോമസ് വാർഡനാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. ഒന്നാമത്തത് മലബാർ കലാപം പൂക്കോട്ടൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നുണ്ട്, ശരിയാണ്. ജന്മിമാരും കർഷകരും തമ്മിലുള്ള പ്രശ്നമാണ് മലബാർ കലാപത്തിന് കാരണമെന്ന് മലബാർ കലക്ടറായ വില്യം ലോഗൻ അഭിപ്രായപ്പെട്ടു. അതും എന്താണ്? ശരിയാട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനം നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ 1836 മുതൽ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മലബാറിൽ. ഇതിന്റെ തുടർച്ചയായിട്ട് ഈ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ചൊരു കമ്മീഷനായിരുന്നു ഇത് വില്യം ലോഗൻ കമ്മീഷൻ. അങ്ങനെ മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കലക്ടർ കൂടിയാണ് ആര്? വില്യം ലോഗൻ എന്ന കാര്യം ഓർത്തു വെക്കുക. മലബാർ മാനുവൽ എന്നൊരു ഗ്രന്ഥം കൂടി ആര് രചിച്ചിട്ടുണ്ട്? വില്യം ലോഗൻ രചിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൂന്നാമത്തെ എന്താ? കലാപകാരികൾ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം നൽകിയത് തോമസ് വാർഡനാന്നുള്ളത് തെറ്റല്ലേ. തോമസ് വാർഡൻ ഏതുമായി ബന്ധപ്പെട്ട? നമ്മുടെ കുറിച്ച കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ തെറ്റായല്ലേ. അപ്പോൾ 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ സി ആണ് 3 മാത്രം തെറ്റ്. 5ാമത്തെ ചോദ്യം മലബാർ കലാപത്തിലെ പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. 3 പ്രസ്താവന ഉണ്ട്. ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മലബാർ കലാപത്തിലെ പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. അത് ശരിയല്ലേ. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2ാമത്തെ എന്താ? മലപ്പുറം ജില്ലയിൽ നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. തെറ്റാണല്ലേ. ആരായിരുന്നു അത്? വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? വക്കം അബ്ദുൽ ഖാദർ കേട്ടോ. വക്കം അബ്ദുൽ ഖാദറാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 3ാമത്തെ എന്താ? മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഇതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം പ്രസ്താവന തന്നെയാണ്. മലബാറിലെ മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് TL സ്ട്രേഞ്ച് കമ്മീഷൻ. ശരിയാണോ? ശരിയാട്ടോ. കാരണം 2 ആളെ നമ്മൾ പഠിക്കുന്നുണ്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട്. 1 വില്യം ലോഗൻ കമ്മീഷനും 2 TL സ്ട്രേഞ്ച് കമ്മീഷനുമാണ്. ശരിക്കും ആദ്യം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. അതിനുശേഷമാണ് ആര് അന്വേഷണം നടത്തുന്നത്? നമ്മുടെ വില്യം ലോഗൻ കമ്മീഷൻ നടത്തുന്നത്. അപ്പോൾ വില്യം ലോഗനാണ് 2ാമത് സമർപ്പിക്കുന്നത്. പക്ഷേ SCRT-യിലൊക്കെ ഉള്ളത് വില്യം ലോഗനാണ്. സ്ട്രേഞ്ചും എന്തുണ്ട് ആൻസർ ആയിട്ടൊക്കെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ഞാനിവിടെ ശരിയായിട്ട് കൊടുക്കുന്നുണ്ട്. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് TL സ്ട്രേഞ്ച് എന്നുള്ളത് ശരിയായിട്ട് കൊടുക്കുകയാണ്. 2 കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് TS ഹിച്ച്കോക്ക് ആണ്. ശരിയാണ്. ഹിച്ച്കോക്ക് ആരായിരുന്നു? പോലീസ് മേധാവി അല്ലെ. മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട ഒരു പോലീസ് മേധാവിയായിരുന്നു ആ ഹിച്ച്കോക്ക്. അപ്പോൾ അത് ശരിയാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആയിരുന്നു AR നേപ്പ് കമ്മീഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇനി 7ാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു വില്യം ലോഗന്റെ കൃതിയായിരുന്നു ഏത്? മലബാർ മാനുവൽ എന്ന് പറഞ്ഞത് അല്ലേ. അടുത്ത ചോദ്യം അത് തന്നെയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്?
ഏതാ? ഓപ്ഷൻ സി ആണ് 1887 കേട്ടോ. വില്യം ലോഗന്റെ മലബാർ മാനുവൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1887 ആണ്. എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമായിരുന്നു ഏത്? മലബാർ അല്ലേ, മലബാർ ആണ്. ഒൻപതാമത്തെ ചോദ്യം, 1921 മലബാർ ലഹളയുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ്? തന്നിരിക്കുന്നതിൽ മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ആരാ? ഓപ്ഷൻ എ ആണ് മമ്പുറം തങ്ങൾ. എന്തില്ല, മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരംപുത്തൂർ സീതി കോയ തങ്ങൾ, അതുപോലെ അലി മുസ്ലിയാർ, ഇവരൊക്കെയായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. പത്താമത്തെ ചോദ്യം, 1921 ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ പ്രദേശത്തെ കൃഷിഭൂമിയുടെ 60% ഉടമ ആരായിരുന്നു? 1921 ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ പ്രദേശത്തെ കൃഷിഭൂമിയുടെ 60% ഉടമ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നിലമ്പൂർ രാജയായിരുന്നു. ആരാ? നിലമ്പൂർ രാജയായിരുന്നു. 11ാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാ? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ആനി ബസന്റ് ആണ്. 12, വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരൂരാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, തിരൂരാണ്. 13, മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, അലി മുസ്ലിയാരാണ്. 14, വാഗൺ ട്രാജഡി ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വാഗൺ ട്രാജഡി ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? AR നേപ്പ് കമ്മീഷൻ ആണ്. 15, വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, സുമിത് സർക്കാരാണ്. 16, വാഗൺ ട്രാജഡി സംഭവം നടന്ന വർഷം ഏതാണ്? വാഗൺ ട്രാജഡി നടന്ന വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1921 നവംബർ 10 അല്ലെ. 1921 നവംബർ 10. 17, മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതായിരുന്നു? വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തീവണ്ടി ദുരന്തമായിരുന്നു ഏത്? വാഗൺ ട്രാജഡി. 18ാമത്തെ ചോദ്യം, മലബാർ ലഹളക്ക് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? മലബാർ ലഹള പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താന്ന് ചോദിച്ചു. എന്താണ്? ഓപ്ഷൻ എ ആണ്, ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. ശരിക്കും പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണമാണ് ഏത്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്നൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ് ഇത് പൂക്കോട്ടൂർ യുദ്ധം. ഇങ്ങനെ ചോദിച്ചാൽ ഏത് എഴുതണം? മലബാർ ലഹളക്ക് പെട്ടെന്നുണ്ടായ കാരണം ചോദിച്ചാൽ ഏത് എഴുതണം? ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. 19ാം ചോദ്യം, മലബാർ ലഹളയുടെ കേന്ദ്രം ഏതാ? തിരൂരങ്ങാടിയാണ്. 20ാം ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം ഏതാ? 1921 മലബാർ കലാപം നടന്നത്. 21, കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഓപ്ഷൻ ബി ആണ്, ഹരിഹരനാണ്. ഇനി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ഏതാണ്? പഴശ്ശിരാജാവ് മരണമടഞ്ഞ വർഷം ഓപ്ഷൻ ബി ആണ്, 1805 നവംബർ 30. 23, പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്ന കലാപമാണ് ഏത്? മലബാർ ലഹള അല്ലെങ്കിൽ മലബാർ കലാപം. ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാ? ഓപ്ഷൻ ബി ആണ്, വില്യം ലോഗനാണ്. ഇനി 25ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവന 1, 1802 എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തവും പനമരം കോട്ട പിടിച്ചെടുത്തു. 1802 എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തവും പനമരം കോട്ട പിടിച്ചെടുത്തു. ശരിയാണ്. 2, ബാബറുമായുള്ള യുദ്ധത്തിൽ 1805 നവംബർ 30 മാവിലാന്തോട് വെച്ച് പഴശ്ശിരാജാവ് അന്തരിച്ചു. 1805 നവംബർ 30 മാവിലാന്തോട് വെച്ചിട്ട് പഴശ്ശിരാജാവ് അന്തരിച്ചു എന്നുള്ളത് ശരിയാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല്, കോഴിക്കോട്. ശരിയാണോ? തെറ്റാണ് അല്ലെ. സ്മാരകം എവിടെയാ? മാനന്തവാടിയിൽ. അപ്പൊ ഇത് 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. പഴശ്ശി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എന്താ സ്ഥിതി ചെയ്യുന്നത്?
പഴശ്ശി മ്യൂസിയമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി സ്മാരകം എവിടെയാണ്? വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 26ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് വില്യം ലോഗനാണ്. 2 1000 വീട്ടിൽ കോന്തപ്പൻ, വെൻകോലൻ കേളു എന്നിവരായിരുന്നു കുറിച്യലേളക്ക് നേതൃത്വം നൽകിയത്. മൂന്നാമത്തത് 1812 മെയ് 8-നാണ് ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളല്ലേ? 1 ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? വില്യം ലോഗൻ അല്ല. ആരായിരുന്നു? TH ബേബർ ആട്ടോ. TH ബേബർ ആണ്. 2 1000 വീട്ടിൽ കോന്തപ്പൻ, വെൻകോലൻ കേളു എന്നിവർ കുറിച്യലഹളക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാട്ടോ. പ്രധാന നേതാവ് ചോദിച്ചാൽ രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ രാമനമ്പിയാണ്. പക്ഷെ അതിൽ കുറിച്യ കലാപത്തിന് പങ്കെടുത്തവരാണ്, അല്ലെ മറ്റു പ്രമുഖ നേതാക്കളാണ് ആരൊക്കെ? വെൻകോലൻ കേളുവും അതേപോലെ 1000 വീട്ടിൽ കോന്തപ്പനും. പഠിച്ചു നോക്കണേ. 1812 മെയ് 8-ന് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കുറിച്യലേള അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. 27ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപമായിരുന്നു 1812-ലെ കുറിച്യ കലാപം. ശരിയാണോ? ശരിയാണ് അല്ലെ? ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കൂടിയാണ് ഇത് കുറിച്യ കലാപം. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്. 2 വട്ടത്തോപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. വട്ടത്തോപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ശരിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരാ? കുമാരൻ വയലേരിയാണ്. എന്താണ്? അതും ശരിയാണ്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 28ാമത്തെ ചോദ്യം തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യ കലാപം. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗിരിവർഗ കലാപം ആണോ കുറിച്യ കലാപം? അല്ല, തെറ്റില്ലേ. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക അല്ലെങ്കിൽ ഒറ്റൊന്നാണ് ഇത് കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിയാകും. പക്ഷെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലുത് എന്നുള്ളത് തെറ്റാണ്. 2 പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. നമ്മളിപ്പോ പറഞ്ഞു എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഏത് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. തെറ്റാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ആര്? രാമനമ്പി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഏത് നമ്മളോട് പറഞ്ഞ തെറ്റല്ലേ? 1ഉം 2ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് പ്രസ്താവന. 1ഉം 2ഉം തെറ്റ്. 29ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. 1812 കണ്ണൂർ ജില്ലയിലാണ് കുറിച്യലേള നടന്നത്. ശരിയാണോ? 1812 കണ്ണൂർ ജില്ലയിലാണോ? വയനാടിലെ? അപ്പൊ തെറ്റാണ്. 2 ബ്രിട്ടീഷുകാർ കുറിച്യർക്കും കുറുമ്പർക്കും മേൽ ഏർപ്പെടുത്തിയ അമിതമായ നികുതിയായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണം. ശരിയാണോ? അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതാണ്. അതുപോലെ നികുതി എന്ത് ചെയ്യണം? പണമായിട്ട് തന്നെ അടക്കാൻ നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ 2ാമത്തെ പ്രസ്താവന ശരിയാണ്. നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ളത് ഓർത്തു നോക്കുക. വയനാട് ജില്ലയിലാണ് ഏത് നടന്നത്? നമ്മുടെ കുറിച്യ കലാപം നടന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർ കുറിച്യർക്കും കുറുമ്പർക്കും മേൽ ഏർപ്പെടുത്തിയ അമിതമായ നികുതിയായിരുന്നു കുറിച്യ കലാപത്തിന്റെ കാരണം. നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? തോമസ് വാർഡ് എന്നുള്ളതും ശരിയാണ്. അപ്പം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്. തെറ്റ്. 1 തിരുവിതാംകൂർ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുകയും ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തപ്പോൾ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത
ആഹ്വാനം ചെയ്തതാണ് കുണ്ടറ വിളംബരം. എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? കുണ്ടറ വിളംബരം ആരാ? നമ്മൾ വേലുത്തമ്പി ദളവ. എന്തിനു വേണ്ടിയിട്ടാ? തിരുവിതാംകൂർ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുകയും ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത സമയത്ത് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തതാണ് ഇത് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. 1810 ജനുവരി 1 കുണ്ടറ വിളംബരം നടന്നത്. 1810 ജനുവരി 1 എന്നുള്ളത് ഡേറ്റ് തെറ്റാണ്. 1809 ജനുവരി 1 1809 ജനുവരി 1 ഇത് കുണ്ടറ വിളംബരം. ഇനി മൂന്നാമത്തെ പ്രസ്താവന, വേലുത്തമ്പി ദളവയെ അമർച്ച ചെയ്യാനായിട്ട് തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗർ ആയിരുന്നു. അതെന്താണ്? ശരിയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ തെറ്റായ പ്രസ്താവന അല്ലേ? 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ 1809 ജനുവരി 1 ഡേറ്റ്. 31ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാ? കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് ആര്? വേലുത്തമ്പി ദളവ. ഇനി കുണ്ടറ വിളംബരം നടന്ന വർഷം, നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ, 1809. 33 പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആയിരുന്നു ആര്? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? നമ്മളിപ്പോൾ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യ നേതാവായിരുന്നു ആര്? തലക്കൽ ചന്തു. ഓപ്ഷൻ എ, തലക്കൽ ചന്തു. ഇനി പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു? മാവിലാംതോട് വെച്ചാണ്. 37 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്, ഗിഫോർഡ്. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഫുൾ റിപ്പീറ്റ്, 2-3 വർഷം റിപ്പീറ്റ് ആയിപ്പോയില്ല അത്. ഇനി 40ാമത്തെ ചോദ്യം, പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരായിരുന്നു? കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജാവാണ്. 41 പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജാവ് അല്ലെ? പഴശ്ശി രാജാവാണ് പുരളിശമ്മൻ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സർദാർ KM പണിക്കരാണ്. 43 പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരാണ്? പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, തോമസ് ഹാവേ ബാബർ ആണ്. 44ാമത്തെ പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന ആരാ? കൈതേരി അമ്പു ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, കൈതേരി അമ്പു ആണ്. 45 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, പുരളിമലയാണ്. 46 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ മുഖ്യ വ്യക്തി ചോദിച്ചാൽ ആരാ? രാമനമ്പി ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, രാമനമ്പിയാണ്. 47 ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഗറില്ല യുദ്ധമാണ്. 48 പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ആര്? ആർത്തർ വെല്ലസ്ലി ആണ്. 49 പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർത്തർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കോൽക്കാർ അല്ലെ? പഴശ്ശിരാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർത്തർ വെല്ലസ്ലി നിയമിച്ച 1200 പേരടങ്ങിയ പ്രത്യേക സേനയായിരുന്നു ഏത്? കോൽക്കാർ എന്ന് പറയുന്നത്. 50ാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത് ഏത് ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏതാ? കുറിച്യ ലഹള. 51ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. ആണോ? ശരിയാണല്ലോ അല്ലെ? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ബൊണ്ടക്കയം ഗോപിയാണ്. തെറ്റാണ്.
പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. അതും തെറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവനയല്ലേ? അപ്പോൾ ഒന്ന് മാത്രമേ ഇതിൽ ശരിയുള്ളൂ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രം ശരി. അപ്പോൾ നമുക്ക് തെറ്റായ പ്രസ്താവനകൾ പഠിക്കാം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാ? അത് KKN കുറുപ്പ് കേട്ടോ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. എന്നാൽ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ്. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാ? KKN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് അത് മുണ്ടക്കയം ഗോപിയാണ്. 52ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1800 മുതൽ 1805 വരെയായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ശരിയാണ്. 2, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. ശരിയാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്നു കുറിച്യന്മാരുടെ തലവനായിരുന്ന എടത് സേന കുങ്കൻ. ആണോ? തെറ്റാണ്. ആരായിരുന്നു കുറിച്യരുടെ നേതാവ്? തലക്കൽ ചന്തു ആയിരുന്നു അല്ലെ? ആരായിരുന്നു? തലക്കൽ ചന്തു ആയിരുന്നു. അപ്പോൾ 3ാമത്തെ പ്രസ്താവന തെറ്റാ. നമ്മളോട് പറഞ്ഞിരിക്കുന്നതും തെറ്റല്ലേ? അപ്പം ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ 1800 മുതൽ 1805 വരെയായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്ന കുറിച്യരുടെ തലവനായിരുന്നു ആര്? തലക്കൽ ചന്തു എന്ന് പറയുന്നത്. ഇനി 54ാമത്തെ ചോദ്യം, 2 പ്രസ്താവന തന്നിട്ടുണ്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാവേ ബാബർ. 2, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാതോട്ടം അഞ്ചരക്കണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്ന് ശരിയായതോ തെറ്റായതൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. നോക്കിയാൽ നമുക്ക് 1ാമത്തെ പ്രസ്താവന എന്താ? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ തന്നെയാണ് അല്ലെ? സബ് കളക്ടർ ചോദിക്കുകയാണെങ്കിൽ തോമസ് ഹാർവേ ബാബർ ആണ്. എന്നാൽ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് കേണൽ ആർത്തർ വെല്ലസ്ലി ആണ് കേട്ടോ. ഇനി 2ാമത്തെ പഴശ്ശി കലാപത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെന്താണ്? ശരിയാണ്. 1ഉം 2ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 55ാമത്തെ ചോദ്യം, പഴശ്ശി കലാപത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. പഴശ്ശി കലാപത്തെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1, ബോംബെ ഗവർണറായ ജോനതൻ ഡങ്കൻ ആണ് പഴശ്ശി രാജാവുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടത്. ആണോ? ശരിയാട്ടോ. ജോനതൻ ഡങ്കൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഴശ്ശി രാജാവുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് PN പണിക്കർ ആണ്. ആണോ? തെറ്റാണ്. ആരാ? KM പണിക്കർ ആണ് അല്ലെ? പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാ? KM പണിക്കരാണ്. 3, പണിയർ എന്ന ആദിവാസി വിഭാഗമായിരുന്നു പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ സഹായിച്ചത്. തെറ്റാണ്. ആരായിരുന്നു? കുറിച്യർ അല്ലെ? കുറിച്യർ ആയിരുന്നു പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവന അല്ലെ? 2ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 56ാമത്തെ ചോദ്യം, പഴശ്ശി കലാപത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. 1, പുരളിമല കേന്ദ്രീകരിച്ച് യുദ്ധം ചെയ്തതിനാൽ പുരളി ഷൊമ്മൻ എന്ന പേരിൽ പഴശ്ശി രാജാവ് അറിയപ്പെട്ടു. ശരിയാണ്. 2, പെരിയോർ എന്നും പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും പഴശ്ശി രാജാവ് ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെട്ടു. ശരിയാണോ? തെറ്റാണ് അല്ലേ? പെരിയോർ എന്നെന്തില്ല അറിയപ്പെട്ടിട്ട് അല്ലെ? ബ്രിട്ടീഷ് രേഖകളിലെ പഴശ്ശി രാജാവ് വിശേഷിക്കപ്പെടുന്നത് ഏത് പേരിലേക്കാ? പൈച്ചി രാജാവെന്നും കെട്ടിയോട്ട് രാജാവെന്നും കേട്ടോ. പൈച്ചി രാജാവെന്നും അതുപോലെ കൊട്ടിയോട്ട് രാജ എന്നുമാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജാവിനെ അറിയപ്പെടുന്നത്. പെരിയോർ എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രസ്താവന തെറ്റായത്. 3, ഒളിപ്പോര് അല്ലെങ്കിൽ ഗൊറില്ല യുദ്ധമുറയായിരുന്നു പഴശ്ശി രാജാവിന്റെ യുദ്ധമുറ. അതെന്താണ്? ശരിയാണ് അല്ലെ? അപ്പൊ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 57ാമത്തെ ചോദ്യം, പഴശ്ശി കലാപത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. 1794 മുതൽ 1798 വരെയായിരുന്നു 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. ശരിയാണോ? തെറ്റാണ് അല്ലേ? 1793 മുതൽ 1797 വരെ കേട്ടോ. 1793 മുതൽ 1797 വരെയാണ് 1ാം പഴശ്ശി വിപ്ലവം നടന്നത്. 2ാമത്തെ പ്രസ്താവന എന്താ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ശരിയാണ്.
2 ഒന്നാം പഴശ്ശി കലാപത്തിൽ നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവായിരുന്നു. ശരിയാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നെന്താണ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 58ാമത്തെ ചോദ്യം, പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു ആരാ പുരളിശമ്മൻ എന്നറിയപ്പെടുന്നത്? പഴശ്ശിരാജാവാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? പഴശ്ശിരാജാവാണ്. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സർദാർ KM പണിക്കരാണ്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ? തോമസ് ഹാർവേ ബാബറാണ്. 62 ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. ആ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം നമ്മൾ പറഞ്ഞു 1793 മുതൽ 1797 വരെയാണ്. 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതായിരുന്നു? 1800 മുതൽ 1805 വരെയാണ്. 64ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ആരായിരുന്നു? കുറിച്യരാണ്. 65 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലക്കൽ ചന്തുവാണ്. 66 പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാ? കൈതേരി അമ്പു. ഓപ്ഷൻ സി ആണ് കൈതേരി അമ്പു. 67 ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രം നമ്മൾ പറഞ്ഞു ഗറില്ല യുദ്ധതന്ത്രമാണ്. 68 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് പുരളിമലയാണ്. 69 പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാ? ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിച്ചാൽ ആരെഴുതണം? കേണൽ ആർത്തർ വെല്ലസ്ലി ആണ്. 70ാം ചോദ്യം, പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർത്തർ വെല്ലസ്ലി നിയമിച്ച 1200 പേരടങ്ങിയ പ്രത്യേക സേന ഏതു പേരിൽ അറിയപ്പെടുന്നത്? കോൽക്കാർ എന്ന പേരിലല്ലേ അറിയപ്പെടുന്നത്. 71 കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഹരിഹരൻ അല്ലെ. ഓപ്ഷൻ എ ആണ് ഹരിഹരൻ ആണ്. 72ാമത്തെ പഴശ്ശിരാജാവ് മരണമടഞ്ഞ വർഷം. പഴശ്ശിരാജാവ് മരണമടഞ്ഞ വർഷം 1805 ജനുവരി 30-നാണ്. 73 പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ഓപ്ഷൻ സി ആണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവ്. 74 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ഏതാ? ആറ്റിങ്ങൽ കലാപമാണ്. 75 പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ് മാവിലാം തോട്. 76ാമത്തെ ചോദ്യം, അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 1697 ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. 2, 1683 ഉമയമ്മ റാണിയിൽ നിന്നും വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. തെറ്റാണ്. എന്നായിരുന്നു? 83 93 അല്ലേ. ഈ മൂന്നാമത്തെ പ്രസ്താവന 1695 ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന എന്താ? അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം ആറ്റിങ്ങലിലെ ബ്രിട്ടീഷുകാരും കൃഷിക്കാരും തമ്മിലുള്ള പ്രശ്നമായിരുന്നോ? അത് തെറ്റാണ്. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ എന്താ? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതായിരുന്നു കേട്ടോ. എന്തായിരുന്നു? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ളത് ഓർത്തു വെക്കുക. 77ാം ചോദ്യം, പ്രസ്താവന വിലയിരുത്തുക. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് 1723 ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ശരിയാണോ? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് 1723 ഒപ്പുവെച്ച ഉടമ്പടി തന്നെയാണ് ഇത് വേണാട് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ശരിയാണ്. അലക്സാണ്ടർ ഓമും അതേപോലെ വേണാട് ഉടമ്പടിയിൽ അലക്സാണ്ടർ ഓമാണ് വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത്. ശരിയാണ് അല്ലെ. ആരൊക്കെയായിരുന്നു?
പിന്നെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ആയിരുന്നു കേട്ടോ ഒപ്പുവെച്ചത്. നാലാമത്തെ ഭാരതീയ രാജാവുമായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ രണ്ടാമത്തെ ഉടമ്പടിയാണിത്. അത് തെറ്റാണ് കേട്ടോ. ഒന്നാമത്തെ ഉടമ്പടിയാണ്, ആദ്യത്തെ ഉടമ്പടിയായിരുന്നു കേട്ടോ അത്. അതായത് ഒരു ബ്രിട്ടീഷുകാർ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏത്? നമ്മുടെ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് പ്രസ്താവന. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് 1723 ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതായിരിക്കുക മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത് എങ്ങനെയാ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ്. ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏത്? വേണാട് ഉടമ്പടി. ഇനി 78ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന: കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന രണ്ടാമത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. തെറ്റാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ ഏതാ? അത് അഞ്ചുതെങ്ങ് കലാപം. ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണേ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണെങ്കിൽ അത് ആറ്റിങ്ങൽ കലാപം. 2, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ശരിയാണോ? തെറ്റാണല്ലേ. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, അതേതാ? വേണാട് ഉടമ്പടിയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 3, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന എന്താ ഉള്ളത്? പിന്നെ 3 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ ബി ആണ്, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 79ാമത്തെ ചോദ്യം, ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ഏപ്രിൽ 15 ഇത് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്? ആറ്റിങ്ങൽ കലാപം. ശരിയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് രാജാവായിരുന്നത് ആരായിരുന്നു? ആദിത്യവർമ്മയാണ്. അതും എന്താണ്? ശരിയാണ്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ സി ആണ്. പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇനി 80ാമത്തെ ചോദ്യം പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1698. ശരിയാണോ? തെറ്റാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ? 1697 അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2, അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയായ വർഷം 1690. ശരിയാട്ടോ. അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയായ വർഷം 1690. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താ? അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695 കേട്ടോ. പൂർത്തു വെക്കണേ. 1690 ഏത്? അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയാകുന്നത്. 1695 എന്ത് ചെയ്യുന്നത്? അഞ്ചുതെങ്ങ് കോട്ടയുടെ പണിയും പൂർത്തിയാകുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ശരിയായ പ്രസ്താവന ഏതിക്കാം? 1 തെറ്റാണ്, 2ഉം 3ഉം ശരിയാണ്. അല്ലെ, ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന. 1 തെറ്റ്, 2ഉം 3ഉം ശരിയാണ്. ഇനി 81ാമത്തെ ചോദ്യം എന്താ? പ്രസ്താവന വിലയിരുത്താൻ തന്നെയാണ്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താ? വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ഉമയമ്മ റാണിയാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 ശരിയല്ലേ? മൂന്നാമത്തെ പ്രസ്താവന എന്താ? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. പഠിച്ചു വെക്കുക. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങിൽ ഒരു ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഉമയമ്മ റാണിയാണ്, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. 82 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ഇത്? അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു. 1695
83-ാമത്തെ ചോദ്യം, അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയായ വർഷം ഏതാ? അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയായ വർഷം ഏതാ? സോറി, ഇതിൽ ആൻസർ ഇല്ല. 1690 എന്ത് ചെയ്യുന്നത്? അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെ പണി പൂർത്തിയാകുന്നത്. 84 ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, അഞ്ചുതെങ്ങാണ്. ഇനി 87-ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പോത്തന്നൂരാണ്. പ്രസ്താവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. 2 ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച് സുമിത് സർക്കാരാണ്. 3 മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയായിരുന്നു ഹിച്ച്കോക്ക്. അപ്പൊ ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം അല്ലെ. ഒന്നാമത്തെ എന്താ? വാഗൺ ട്രാജഡി സ്മാരകം നമ്മൾ പറഞ്ഞു എവിടെയാ? തിരൂരാണ് അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്, ഒന്നാമത്തെ തെറ്റാണ്. എന്താ പോത്തന്നൂര്? വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് ഏത്? പോത്തന്നൂർ എന്ന് പറയുന്നത് കേട്ടോ. 2 ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സുമിത് സർക്കാർ തന്നെയാണ്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയായിരുന്നു ആര്? ഹിച്ച്കോക്ക്. അപ്പോൾ 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 88-ാമത്തെ ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ദുരവസ്ഥ കുമാരനാശാൻ. ദുരവസ്ഥ കുമാരനാശാൻ ശരിയാണ്. സുന്ദരികളും സുന്ദരന്മാരും തകഴി എന്നുള്ളത് തെറ്റാണ്. ആരാ? ഉറൂബാണ്. തലയോടാണ് ആര്? തകഴി എഴുതിയത്. മലബാർ കലാപം എന്ന കൃതി എഴുതിയ ആരാ? കെ മാധവൻ നായർ എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി എഴുതിയ 2ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡിയുള്ളത്. ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം തെറ്റാണ്. അതായത് സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ആരാ? ഉറൂബാണ്. തലയോട് എഴുതിയത് തകഴിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനിയുണ്ട് ഇതിൽ നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. ഇനിയിപ്പോൾ ഏതാ ഉള്ളത്? നമ്മുടെ വൈക്കം സത്യാഗ്രഹം പഠിക്കാനുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, അതൊക്കെ പഠിക്കാനില്ല. ഇനി അടുത്ത വീഡിയോയിൽ അത് കാണാം.